ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത് നടക്കാൻ പറ്റില്ല. ദേവസ്വം ബോർഡിൻ്റെ കൂടി ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് 2019 ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേൽപ്പിച്ചത്. ഇത് ഇവരുടെ ഈ പത്മകുമാർ ഉൾപ്പെടെ ഇളമ്പള്ളി ക്ഷേത്രത്തിൽ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒറ്റയ്ക്ക് എങ്ങനെ ഇത് നടത്തുക? അതിനർത്ഥം പത്മകുമാർ ഉൾപ്പെടെ പങ്കാളിയായിട്ടാണ് ഇതെല്ലാം നടത്തിയത്. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പല സ്ഥലത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടി എന്ന് പറയുന്ന പാരിതോഷികങ്ങളുണ്ടല്ലോ, ആ പാരിതോഷികം മുഴുവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണോ പോയത്? അതിലെത്ര കടകംപള്ളിക്ക് പോയി, എത്ര പത്മകുമാറിന് പോയി എന്നുള്ളതും ഒരു പ്രശ്നമാണ്. മാത്രമല്ല, ഇപ്പോൾ ഒരു വാർത്ത എനിക്ക് അയച്ചു തന്നത്, ബാംഗ്ലൂരിൽ ഒരാൾ, അദ്ദേഹം ഈ ശബരിമലയിലെ ശ്രീകോവിൽ സ്വർണം കൊണ്ട് പൊതിയാൻ വേണ്ടി അദ്ദേഹം 20 കോടി ചിലവാക്കി എന്ന് പറഞ്ഞിട്ട് വേറൊരു വാർത്ത വന്നിട്ടുണ്ട്. ആകെ ശബരിമല ഒരെണ്ണേ ഉള്ളൂ. ശബരിമലയിൽ ശ്രീകോവിലിന് ഒരു 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 പ്രവേശന കവാടമേ ഉള്ളൂ. അത് 4 പേരുടെ കയ്യിൽ നിന്ന് 20 കോടി വീതം വാങ്ങിയിട്ട് ഇത് ഓരോരുത്തരോടും നിങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദേവസ്വം ശബരിമലയെ വെച്ച് കാശുണ്ടാക്കാൻ വേണ്ടി ദേവസ്വത്തിന് നേതൃത്വം നൽകിയ ആളുകളും അതേപോലെ ഈ പോറ്റിയും അതുപോലെ മറ്റുള്ള ആളുകളും അവർ നടത്തിയ കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസി മാത്രമേ സാധിക്കൂ.